ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് 25-45 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആണുങ്ങളിൽ അല്ലെങ്കിൽ പുരുഷന്മാരിൽ കൂടുതലായും ഹൃദയരോഗങ്ങൾ, അതായത് ഹാർട്ട് അറ്റാക്ക്, അതുപോലെ തന്നെ സ്ട്രോക്ക് കൂടുതലായി കണ്ടുവരുന്നു. എന്നാൽ ഈ ഒരു ഏജ് കാറ്റഗറിയിൽ വരുന്ന സ്ത്രീകളിൽ ഈ ഒരു പ്രശ്നം പൊതുവെ കണ്ടുവരുന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം? അതുപോലെ തന്നെ കൂടി വരുന്ന ഈ ഹാർട്ട് ഡിസീസസിന്റെ കാരണം പലരും പറയുന്നത് കോവിഡ് വാക്സിനേഷൻ എടുത്തതിന് ശേഷമാണ് ഇതേപോലെ നമുക്ക് ഹാർട്ട് ഡിസീസസ് ഒക്കെ കൂടുതലായി വരുന്നത് എന്നും ആളുകൾ പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്നാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ അത് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് അൺപാക്ക് ഇറ്റ് ടുഗദർ. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്താണ് ഹാർട്ട് അറ്റാക്ക്, അതുപോലെ തന്നെ എന്താണ് സ്ട്രോക്ക് എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ വീഡിയോയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്താണ് ഹാർട്ട് അറ്റാക്ക്, എന്താണ് സ്ട്രോക്ക് എന്ന് വളരെ ലളിതമായിട്ട് ചുരുക്കത്തിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിന്റെ വിശദമായ വീഡിയോ നമുക്ക് വേറെ ചെയ്യാവുന്നതാണ്. കാരണം ഇത് ഈ ഒരു വീഡിയോയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൊറോണറി ആർട്ടറിയിൽ നമുക്ക് കൊളസ്ട്രോൾ ഒക്കെ കൂടുന്നത് മൂലം അവിടെ ബ്ലോക്കുകൾ ഫോം ചെയ്യും. ഈ ബ്ലോക്കുകൾ എന്തെങ്കിലും കാരണം അമിത രക്തസമ്മർദ്ദമൊക്കെ മൂലം നമുക്ക് ഈ ബ്ലോക്ക് ബേസ്റ്റ് ആവുന്ന സമയത്ത് നമ്മളുടെ രക്തം എന്താണ് ചെയ്യുന്നത്, നമ്മുടെ രക്തം അവിടെ ക്ലോട്ടായിട്ട് ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോയിനെ തടയുന്നു. അപ്പോൾ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ തടയപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഹാർട്ടിലേക്കുള്ള ഓക്സിജൻ ലഭ്യത കുറയുകയും ഹാർട്ടിന്റെ സെൽസ് നിർജീവമാവുകയും ചെയ്യും. അപ്പൊ ഈ ഒരു അവസ്ഥയ്ക്കാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ സ്ട്രോക്കും ഇതേ പ്രവർത്തനം തന്നെയാണ്, പക്ഷെ ആക്ട് ചെയ്യുന്നത് മറ്റൊരു അവയവത്തിലാണ്. അതായത് നമ്മുടെ തലച്ചോറിലാണ് ഈ പറയുന്ന സ്ട്രോക്ക് എന്ന് പറയുന്ന സംഭവം ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മളുടെ സെറിബ്രൽ ആർട്ടറിയിൽ ഇതേപോലെ നമുക്ക് ബ്ലോക്ക് ഫോം ചെയ്യുകയും ഈ ബ്ലോക്ക് ബേസ്റ്റ് ആവുന്ന സമയത്ത് അവിടെ ബ്ലഡ് കോട്ടായിട്ട് ഒന്നുകിൽ അവിടെ ഒരു റപ്ചർ സംഭവിച്ച് തലച്ചോറിലേക്കുള്ള രക്ത പ്രവാഹം തടയപ്പെടുകയും അവിടെ തലച്ചോറിലെ സെൽസ്, അതായത് ന്യൂറോൺ സെൽസ് ഡെഡ് ആവുകയും ചെയ്യുന്ന ഒരു സംഭവത്തെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രോക്ക് രണ്ട് തരത്തിലുണ്ട്. ഇസ്കേമിക് സ്ട്രോക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഹെമറാജിക് സ്ട്രോക്ക് ഉണ്ട്. ഇസ്കേമിക് സ്ട്രോക്കിൽ നമുക്ക് ഈ ഒരു കൊറോണ സെറിബ്രൽ ആർട്ടറിയിൽ ഒരു റപ്ചർ ഉണ്ടായിട്ട് അങ്ങോട്ടുള്ള രക്തപ്രവാഹം തടയപ്പെടുകയാണ്. എന്നാൽ ഹെമറാജിക് സ്ട്രോക്കിൽ ഒരു സെറിബ്രൽ ആർട്ടറി ബ്രേക്ക് ആയിട്ട് തലച്ചോറിൽ ബ്ലഡ് ഫില്ലായി, ബ്ലഡ് എവിടേക്കാണ് ബ്ലീഡായി ഫില്ലാകുന്നത് അവിടെയുള്ള ന്യൂറോൺ സെൽസ് ഒക്കെ നശിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇത് ആണ് നമുക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും തമ്മിലുള്ള വ്യത്യാസം. രണ്ട് അവയവങ്ങൾ. ഹാർട്ട് അറ്റാക്ക് നമുക്ക് ഹാർട്ടിനെയാണ് ബാധിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് നമ്മൾ ബാധിക്കുന്നത് നമ്മളുടെ തലച്ചോറിലാണ് ബാധിക്കുന്നത് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ഒരു രണ്ട് ഡിസീസസും, അതായത് ഈ രണ്ട് ഹാർട്ട് ഡിസീസസും കൂടുതലായും ബാധിക്കുന്നത് 25-45 ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരെയാണ് ബാധിക്കുന്നത്. എന്നാൽ സ്ത്രീകൾക്ക് ഇല്ല എന്നല്ല, എന്നാൽ താരതമ്യേന സ്ത്രീകൾക്ക് ഇത് കുറവാണ്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ കാരണങ്ങളായിട്ട് നമുക്ക് എടുത്ത് നോക്കാം. അപ്പൊ അതിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സ്ത്രീയുടെ ആയാലും പുരുഷന്മാരുടെ ആണെങ്കിലും രണ്ടുപേരും തമ്മിലുള്ള ഹോർമോണൽ ഡിഫറൻസസ് ആണ് ഇതിന്റെ ഒരു പ്രധാന കാരണം. അപ്പോ ഏതൊക്കെയാണ് ആ ഹോർമോൺസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോ അതില് പുരുഷന്മാരുടെ സെക്ഷൽ ഹോർമോൺ എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. നമ്മുടെ ടെസ്റ്റിക്കിൾസ് ഉൽപ്പാദിപ്പിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അപ്പൊ ഈ ഒരു ടെസ്റ്റോസ്റ്റിറോൺ നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. നമ്മുടെ സെക്ഷൽ ഡ്രൈവ് എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്ററോണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ മസ്കുലർ ഡെവലപ്മെന്റ്, അതുപോലെ നമുക്ക് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടാകും. നമുക്ക് താടി, മീശ
ഒക്കെ വളരുന്നതും നല്ല മസിൽ ഒക്കെ ഡെവലപ്മെന്റിന് സഹായിക്കുന്നതും ഒക്കെ ഈ ഒരു ടെസ്റ്റോസ്റ്റിറോൺ ആണ്. എന്നാൽ നമുക്ക് ഈ ടെസ്റ്റോസ്റ്റിറോൺ നമ്മൾക്ക് കൂടിയാൽ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ടെസ്റ്റോസ്റ്റിറോൺ LDL കൊളസ്ട്രോൾ കൂടുന്നതിന് ഒരു കാരണമാണ്. ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് നമ്മുടെ രക്തത്തിൽ അധികമായി കഴിഞ്ഞാൽ LDL കൊളസ്ട്രോൾ കൂടുതൽ. അപ്പൊ നമുക്ക് രക്തം പരിശോധിച്ച് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം, നമുക്ക് രക്തത്തിൽ HDL കൊളസ്ട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ LDL കൊളസ്ട്രോൾ ഉണ്ട്. അപ്പൊ ഈ HDL കൊളസ്ട്രോൾ അഥവാ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്ന HDL കൊളസ്ട്രോളിനെയാണ് നമ്മൾ പൊതുവെ ആളുകൾ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ LDL എന്ന് പറഞ്ഞാൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നതിനെയാണ് പൊതുവെ ആളുകൾ ഇതിനെ ചീത്ത കൊളസ്ട്രോൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ചീത്ത കൊളസ്ട്രോൾ ആണ് നമ്മുടെ രക്ത കുഴലുകളിലൊക്കെ ബ്ലോക്കുകൾ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പൊ ടെസ്റ്റോസ്റ്ററോൺ അധികമായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഈ LDL കൂടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുകയും ബ്ലോക്കുകൾ കൂടുതൽ ഫോം ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ടെസ്റ്റോസ്റ്ററോൺ നമ്മളുടെ മസിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഹാർട്ടും അതുപോലെ തന്നെ വെയിൻസും ഒക്കെ ഓരോ തരത്തിലുള്ള മസിൽസ് ആണ്. ഇത് സോഫ്റ്റ് മസിൽസിന്റെ കാറ്റഗറിയിൽ വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് HDL നമുക്ക് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ കൂടിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഹാർട്ടും അതുപോലെ തന്നെ അതിനോടൊപ്പം നമ്മുടെ വെയിൻസും ആർട്ടറിയൊക്കെ എന്താണ് കുറച്ചും കൂടെയൊക്കെ റിജിഡ് ആവും. അതായത് ഇതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടുന്നതാണ്. എന്നാൽ നേരെ മറിച്ച് സ്ത്രീകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് വളരെ കുറവായിരിക്കും. കാരണം സ്ത്രീകളുടെ സെക്ഷുവൽ ഹോർമോൺ എന്ന് പറയുന്നത് ഈസ്ട്രജൻ ആണ്. അവരുടെ ഓവറി സെക്രീറ്റ് ചെയ്യുന്ന ഈസ്ട്രജൻ ആണ് അവരുടെ സെക്ഷുവൽ ഹോർമോൺ എന്ന് പറയുന്നത്. ഈ ഈസ്ട്രജനെ സംബന്ധിച്ചിടത്തോളം ഈസ്ട്രജൻ എന്ന് പറയുന്നത് ഇവരുടെ HDL കൊളസ്ട്രോളിനെ, അതായത് നമ്മൾ കൊളസ്ട്രോൾ രണ്ട് തരത്തിലുണ്ടെന്ന് മുമ്പേ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ HDL കൊളസ്ട്രോൾ ഉണ്ട്, LDL കൊളസ്ട്രോൾ ഉണ്ട്. അപ്പോൾ HDL കൊളസ്ട്രോൾ ആണ് നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈസ്ട്രജൻ HDL കൊളസ്ട്രോളിനെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ഈ പറയുന്ന ഈസ്ട്രജൻ ഇവരുടെ ഹാർട്ട് മസിൽസ് അതുപോലെ തന്നെ ആർട്ടറീസിൻ്റെയൊക്കെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന ഈസ്ട്രജൻ സഹായകരമാണ്. എന്നാൽ നേരെ മറിച്ച് പുരുഷന്മാരിലെ കാര്യം എടുത്ത് നോക്കുക, അവിടെ ടെസ്റ്റോസ്റ്ററോൺ ആണുള്ളത്, അവിടെ മസിൽസിനെ കൂടുതൽ റിജിഡ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ട് മസിൽസും ആർട്ടറിനെയൊക്കെ എന്താണ് അവിടെ റിജിഡ് ആക്കുമ്പോൾ ഈ സ്ത്രീകളുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈസ്ട്രജൻ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഹാർട്ട് മസിൽസും ആർട്ടറീസും ഒക്കെ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആകും. അതായത് ഇൻ കേസ് അവിടെ ഒരു ബ്ലോക്ക് ഫോം ചെയ്താൽ പോലും അവരുടെ ആർട്ടറീസും ഹാർട്ട് മസിൽസും ഒക്കെ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ രക്തത്തിന് സുഗമമായിട്ട് ഫ്ലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ അവർക്ക് സഹായകരമാണ്. അതേപോലെ തന്നെ ഈ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന ഡയബറ്റീസും അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരാൾ ഡയബറ്റിക് ആയി കഴിഞ്ഞാൽ അധികം താമസിക്കാതെ തന്നെ അയാൾ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ട് മാറും, അയാൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവരുടെ ഈ ഒരു ഈസ്ട്രജൻ ഉള്ളിടത്തോളം കാലം ഇവരുടെ ശരീരത്തിൽ ഈ പറയുന്ന ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോള് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നടക്കും. അതായത് കുറച്ച് അധികം ഫുഡി ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ പോലും അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഉള്ളിടത്തോളം കാലം അവർ സേഫാണ്. അപ്പം ഈ ഒരു ഹോർമോണൽ ചേഞ്ച് ആണ്, അതായത് രണ്ട് സ്ത്രീകളിലും പുരുഷന്മാരിലുമുള്ള വ്യത്യസ്തങ്ങളായുള്ള അവരുടെ സെക്ഷൽ ഹോർമോൺസ് തന്നെയാണ് അവർക്ക് അതായത് ആണുങ്ങളിൽ കൂടുതൽ ഹാർട്ട് ഡിസീസസ് പ്രത്യേകിച്ച് 25-നും 45-നും ഇടയിൽ പ്രായമുള്ള ആണുങ്ങളിൽ കണ്ടുവരാനായിട്ടുള്ള പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്ത ഒരു കാര്യം ആളുകൾ പൊതുവെ പറയുന്നൊരു കാര്യമാണ്, കോവിഡ് വാക്സിനേഷൻ എടുത്തതിന് ശേഷമാണ് എല്ലാവരിലും ഇതേപോലെ തന്നെ ഹാർട്ട് ഡിസീസസ് ഒക്കെ കൂടി വരുന്നത് എന്നും പറയുന്നു. എന്നാൽ ഒരിക്കലും കോവിഡ് വാക്സിനേഷൻ നമുക്ക് ഹാർട്ട് ഡിസീസസ് കൂട്ടി എന്നൊരു അഭിപ്രായം എനിക്കില്ല. പകരം
കോവിഡ് എന്ന് പറയുന്ന പാൻഡമിക് തീർച്ചയായിട്ടും നമ്മുടെ ഹാർട്ട് ഡിസീസസിനെയൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, നമുക്ക് ഇപ്പോൾ ഒരു 2019 വരെ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നമ്മൾ അധികപക്ഷം ആരും ഓൺലൈനിൽ, അതായത് സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പിനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നില്ല അതുവരെ നമ്മൾ ഉണ്ടായിരുന്നില്ല. എന്ന രീതി ആ ഒരു സമയത്തൊക്കെ ഓർഡർ ചെയ്തിട്ടില്ല എന്നല്ല, 2019 വരെയൊക്കെ ആളുകൾ ഒരു മിതമായ അളവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വിഗ്ഗി, സൊമാറ്റോയിലേക്ക് ഓർഡർ ചെയ്തിരുന്നുള്ളൂ. എന്നാൽ ഒരു 2019 ശേഷം ഈ ഒരു കോവിഡ് ഔട്ട്ബ്രേക്ക് ഉണ്ടായതിനു ശേഷം ആളുകൾ വെളിയിലോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അതുപോലെ തന്നെ നമുക്ക് കടകളൊക്കെ ലിമിറ്റഡ് സമയത്ത് തുറക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പോയി കഴിക്കാനോ അല്ലെങ്കിൽ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ കൂടുതലായിട്ടും ഈ പറയുന്ന ഓൺലൈൻ ഫുഡ് ഡെലിവറിക്ക് നമ്മൾ അഡിക്റ്റായി. അതേപോലെ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന ഭക്ഷണം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം അല്ലല്ലോ ഈ പറയുന്ന സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒക്കെ കൂടുതലും ആളുകൾ വാങ്ങിക്കുന്നത്. അവരെങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ്? കൂടുതലും ഈ പറയുന്ന ജങ്ക് ഫുഡുകളാണ് വാങ്ങിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ജങ്ക് ഫുഡിന് അഡിക്റ്റായി. അതേപോലെ തന്നെ ഈ കോവിഡ് സമയത്ത് ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സ് വളർന്നു വന്നു. അവരൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷേ നമ്മൾ കൂടുതൽ ഈ പറയുന്ന ജങ്ക് ഫുഡുകൾക്ക് കോവിഡ് വന്നതിന് ശേഷം നമ്മൾ അഡിക്റ്റായി മാറിയിട്ടുണ്ട്. അതും ഇതിനൊരു പ്രധാന കാരണം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇതിന് രണ്ടു കൂട്ടരും ഇതിനകത്ത് അടിമകളായിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് ഉള്ളത് കൊണ്ട് തന്നെ സ്ത്രീകൾ സേഫാണ്. എന്നാൽ പുരുഷന്മാരാണ് ഇവിടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സസൈസിന്റെ കുറവാണ്. അപ്പോൾ ഇന്ന് ഈ കോർപ്പറേറ്റുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ പൊതുവെ അവർ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊന്നും അധികം സമയം കണ്ടെത്താറില്ല. അപ്പോൾ നമ്മൾ ദിവസേന ഒരു 20-30 മിനിറ്റ്സ് ഒക്കെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ സമയം ചെലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തെ നമുക്ക് തീർച്ചയായിട്ടും തടയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് പൊതുവെ അല്ലെങ്കിൽ ഇപ്പോഴൊരു മനസ്സിൽ നിങ്ങൾക്കൊരു ചോദ്യം വന്നിട്ടുണ്ടാവും. കാരണം ഈ അടുത്ത കാലത്തായിട്ട് അധിക ദിവസമായിട്ടില്ല, അതായത് 28 വയസ്സുള്ള ഒരു ജിം ട്രെയിനർ, അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്ന് അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ അപ്പോൾ അദ്ദേഹം ദിവസേന എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ്. ദിവസേന, അതും ജിമ്മിന്റെ, വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ആളല്ല, അദ്ദേഹം ജിമ്മിന്റെ ട്രെയിനറാണ്. അദ്ദേഹത്തിനാണ് ഇങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിരിക്കുന്നത്. അതിനും ഞാനീ പറഞ്ഞ, ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് തന്നെയാണ്, അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് എന്നല്ല പറഞ്ഞ ഹോർമോണൽ ഡിഫറൻസ് ആണ് ഇതിനൊരു പ്രധാന കാരണം. കാരണം എന്താണ്, നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുക? ആണുങ്ങൾ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കൂടും. അപ്പൊ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ മസിൽ നല്ലപോലെ ദൃഢമാകും. അപ്പം ഈ മസിൽസിനകത്ത് നമ്മുടെ ഹാർട്ട് മസിൽസും ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ആർട്ടറീസും ഒക്കെ ദൃഢമായിട്ട് ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ആളുകൾ, അപ്പൊ നമുക്ക് ഈ കോവിഡ് നമ്മളെ ഒരുപാട് ആളുകളെ ഫുഡ് അഡിക്റ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മടിയന്മാരാക്കിയിട്ടുണ്ടെങ്കിൽ പോലും കോവിഡ് ഒരുപാട് ആളുകളെ ഫിറ്റ്നസ് കോൺഷ്യസും ആക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ എക്സസൈസ് ചെയ്യുന്നുമുണ്ട്. പക്ഷെ എന്താണ് കുഴപ്പം? നമ്മളുടെ എക്സസൈസിന് ഇപ്പോൾ അധികമായാൽ അമൃതും വിഷമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഓവറായിട്ട് എക്സസൈസ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഒരു ദിവസം ഒരു 20-30 മിനിറ്റ്സ് നമുക്ക് എക്സസൈസ്, കാർഡിയാക് എക്സസൈസ് ആയാലും ശരി, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് വെയിറ്റ് ട്രെയിനിങ്, അതായത് റെസിസ്റ്റൻസ് ട്രെയിനിങ് ഒക്കെ നമുക്ക് വേണം. പക്ഷെ ഇതെല്ലാം ഒരു ഒരു ലിമിറ്റഡ് അളവിൽ മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. ഓവറായിട്ട് 2-3 മണിക്കൂറൊക്കെ നമ്മൾ അതികഠിനമായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കൂടിയിട്ട് ഇത്തരത്തിലുള്ള ഹാർട്ട് ഡിസീസസ് ഒക്കെ കൂടുതലായി വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സസൈസും ലിമിറ്റ് ചെയ്യുക. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകൾ സേഫാണ്. അപ്പം ഞങ്ങൾക്ക് ഈസ്ട്രജൻ ഉണ്ടോ പട്ടികളെ എന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ എക്സസൈസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാലും അവർക്ക് പ്രശ്നമാണ്. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണ് അവരുടെ ഒരു മെനോപോസ് വരെ ഉള്ളൂ ഈ ഒരു ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ അവരുടെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ.
മെനോപോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതായത് ആർത്തവ വിരാമമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ അവരുടെ ശരീരത്തിലില്ല. അപ്പോൾ അതുവരെ അവരുടെ ബോഡിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈസ്ട്രജനിൽ നിന്നുണ്ടായിരിക്കുന്ന ആ ഒരു ഹെൽപ്പ് അതിനുശേഷം ഇല്ലാതാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, പലപ്പോഴും സ്ത്രീകൾ ഡയബറ്റിക് ആകുന്നതും അതുപോലെ തന്നെ അവർക്ക് ഹൈ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്, ഹാർട്ട് പേഷ്യൻസ് ആയി മാറുന്നതൊക്കെ അവർക്കൊരു 45-50 വയസ്സിന് ശേഷമാണ്. കാരണം ആ ഒരു സമയത്താണ് അവർക്ക് മെനോപോസ് ആകുന്നത്, ആർത്തവ വിരാമം ഉണ്ടാകുന്നത്. അപ്പോൾ ഈസ്ട്രജൻ നഷ്ടപ്പെട്ടുകൊണ്ട് അവർക്ക് ആ ഈസ്ട്രജന്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല. അതായത് ഹാർട്ടിന്റെയും മറ്റ് ആർട്ടറീസിന്റെയൊക്കെ ഫ്ലെക്സിബിലിറ്റി അവർക്ക് നഷ്ടപ്പെടുന്നു. ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ഇല്ല. അതുപോലെ തന്നെ LDL കൊളസ്ട്രോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ, ഈ ഒരു ഹോർമോൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ LDL കൊളസ്ട്രോൾ, അതായത് ഈ ചീത്ത കൊളസ്ട്രോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇൻക്രീസ് ആവുന്നു. അപ്പൊ എന്നിങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സ്ത്രീകളിലും സംഭവിക്കുന്നു. അപ്പൊ അതുകൊണ്ട് സ്ത്രീകളും എന്താണ് ചെയ്യേണ്ടത്? അവര് നിങ്ങളുടെ ആ ഒരു ഈസ്ട്രജൻ ലെവലൊക്കെ ഹൈ ആയിരിക്കുന്ന ആ ഒരു സമയത്ത്, ഹോർമോണൊക്കെ പ്രോപ്പറായിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്ത് തുടങ്ങുക. നിങ്ങൾ എക്സസൈസ് ചെയ്ത് തുടങ്ങിയാൽ ഒരു 40-45 വയസ്സ് ആവുമ്പോഴേക്കും നിങ്ങൾക്ക് മെനോപോസ് ആകുന്ന സമയത്ത്, ഇൻ കേസ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈസ്ട്രജൻ തീർച്ചയായിട്ടും അത് ഇല്ലാതാവും, ശരീരത്തിൽ നിന്നൊക്കെ കുറഞ്ഞു വന്ന് തീർത്തും ഇല്ലാതാവും. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗത്തെ തീർച്ചയായിട്ടും നിങ്ങൾക്കും തടയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ ബോട്ടം ലൈൻ ഇതൊക്കെയാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ പറയുന്ന ജങ്ക് ഫുഡുകൾ കുറയ്ക്കുക. അതുപോലെ തന്നെ പുരുഷന്മാരിൽ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ അവരുടെ എക്സസൈസിനെ ഒന്ന് ലിമിറ്റ് ചെയ്യുക. നമ്മൾ ഓവറായിട്ട് നമ്മുടെ ആവശ്യത്തിന്, ഏത് ഹോർമോണായാലും നമ്മുടെ ആവശ്യത്തിനുള്ള ഹോർമോൺ മതി. ഇപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ഒത്തിരി കൂടുതലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ലിമിറ്റിനകത്ത് ഉള്ള എക്സസൈസുകൾ മാത്രം ചെയ്യുക. അതുപോലെ തന്നെ കഴിവതും ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക. എന്താണ്, നല്ല ഡയറ്റ് കൊണ്ടുവരിക. കഴിവതും നമ്മൾ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ദിവസവും നമ്മൾ ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഏറ്റവും കുറഞ്ഞത് നിങ്ങളൊരു 12 hours ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് തന്നെ നമ്മളുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മളുടെ കൊളസ്ട്രോളിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുന്നതാണ്. അതായത് നിങ്ങൾ അധികം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ രാത്രി അവസാനത്തെ ഭക്ഷണം ഒരു 7 മണി 8 മണിക്കുള്ളിൽ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ കിടന്നുറങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഒരു 8 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുക. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു 8 മണിക്ക് ശേഷം ആക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ശരീരത്തിന് ഒരു 12 hours ഫാസ്റ്റിംഗ് കിട്ടി. അത്രയും മതി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ആവാനായിട്ടും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ടും നിങ്ങൾക്ക് ഒരു 12 hours ഫാസ്റ്റിങ്ങിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു 30 minutes 20 to 30 minutes നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള കാർഡിയാക് എക്സസൈസോ അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങോ എന്തെങ്കിലും ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനി അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ 25-45 ഇടയിലുള്ള ആളുകൾ, പ്രത്യേകിച്ചും വളരെ ചെറുപ്പക്കാരെ തന്നെ, 28 വയസ്സുള്ള ഒരു ജിം ട്രെയിനർ തന്നെ മരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അപകടം നമുക്ക് തടയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റാളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗൈസ്. ഗുഡ് ബൈ.